ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം വരെ പോകുന്ന വീഡിയോ ആണ്. ട്രിവാൻഡ്രത്ത് എന്തിനാണ് പോകുന്നതെന്നൊക്കെ വഴിയെ പറയാം. അപ്പോൾ രാവിലെ തന്നെ ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ വർക്കല ബസ് സ്റ്റാൻഡിലോട്ട്, പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ വർക്കല പ്രൈവറ്റ് സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ വർക്കല റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ വർക്കല പ്രൈവറ്റ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലെത്തി. ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് പ്ലാറ്റ്ഫോം 2-ൽ പോയി നിൽക്കണം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്ലാറ്റ്ഫോം 2-ലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. സിസ്റ്ററിൻ്റെ ഫ്രണ്ട് കൂടി വരാനുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരുടെയാണ് പോകുന്നത്. അപ്പോഴും നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ 7:30 ആകുമ്പോഴാണ് അവിടെ എത്തുന്നത്, സ്റ്റേഷനിലെത്തുന്നത്. കേരള എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്ര തിരക്കായിരുന്നു. ട്രെയിനിൽ കയറുന്ന വീഡിയോസ് ഒന്നും രാവിലെയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ജോലിക്കും പഠിക്കാനൊക്കെ പോകുന്നൊരു ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിയൊന്നും എടുത്തിട്ടില്ല. തമ്പാനൂർ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മളിവിടെയാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതും സിസ്റ്ററിൻ്റെ ഫ്രണ്ടാണ്, പ്രണവ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയ ഉടനെ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ്. കാരണം ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഒന്നും എടുത്തില്ല, വെള്ളവും ഫുഡും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ മിനറൽ വാട്ടർ വാങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് നാച്ചുറൽസ് അക്കാഡമിയിലോട്ടാണ് പോകുന്നത്, തമ്പാനൂരുള്ള. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10-15 മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിസ്റ്ററും ഫ്രണ്ടുമാണ് കേട്ടോ. ഇത് ഹസ. സിസ്റ്ററിൻ്റെ പേര് വൈഷ്ണവ് എന്നാണ്. അപ്പോൾ നാച്ചുറൽസിലെ ഹോസ്പിറ്റോളജി സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഓപ്പൺ ആയിട്ടില്ല ക്ലാസ്, നമ്മൾ പ്രാക്ടിക്കൽ ലാബ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഓപ്പണായി. ഫസ്റ്റ് തന്നെ എൻ്റെ ഹെയറൊക്കെ അവർ എക്സാമിൻ ചെയ്യുകയാണ്. അപ്പോൾ സ്പാ ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെ ഫുൾ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല, കാരണം മാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വീഡിയോ അലൗഡ് അല്ല. സ്റ്റുഡൻസിന് ഫോൺ പോലും അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പാക്കോ എന്തൊക്കെയോ ക്രീമൊക്കെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നല്ല ഹെയർ വാഷ് ചെയ്തിട്ടാണ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് ചെയ്തു തന്നു കേട്ടോ. നല്ലൊരു മസാജായിരുന്നു. അപ്പോഴത്തേക്ക് മസാജൊക്കെ ചെയ്ത് അടുത്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഹെയർ വീണ്ടും വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി തരികയാണ്. ഹീറ്റൊന്നും ചെയ്യാതെ ഡ്രയറിൽ കൂളിംഗ് ഇട്ടിട്ട് ഡ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഫൈനലി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഹെയർ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഹെയർ. അപ്പോൾ സ്പാ ചെയ്ത് കഴിഞ്ഞ് ഇതാണ് ഹെയറിൻ്റെ ലാസ്റ്റ് ലുക്കെന്ന് പറയുന്നത്. വേറെ ഹീറ്റൊക്കെ ചെയ്താൽ കുറച്ചുകൂടി നല്ല ഗ്ലേസിങ് ആയിട്ട് കിടക്കും. ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഹെയർ നല്ല സോഫ്റ്റായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ബൈ.